കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചത്. ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. 100 കണക്കിന് സിനിമാ പ്രവർത്തകരുടെ മൊഴി ശേഖരിച്ചാണ് കമ്മീഷൻ നിർണായക റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകിയത്. സിനിമയിലെ വനിതകൾ നേരിടുന്ന വെല്ലുവിളികൾ പഠിക്കാൻ 2018 മെയ്യിലാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആവശ്യപ്രകാരമായിരുന്നു തീരുമാനം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ ശുദ്ധികലശമായിരുന്നു കമ്മീഷനിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. 1.5 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2019 ഡിസംബർ 31 ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പക്ഷേ റിപ്പോർട്ടോ ഉള്ളടക്കമോ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. ഇത് കടുത്ത വിമർശനത്തിനിടയാക്കി. 1.65 കോടി രൂപയാണ് ഹേമ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ചെലവഴിച്ചത്. ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ അന്വേഷണത്തിലെ നിർദ്ദേശങ്ങളും നടപ്പിലായില്ല. സിനിമാ മേഖലയിലെ ലിംഗസമത്വം ഉൾപ്പെടെ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച റിപ്പോർട്ട് വിലക്കപ്പെട്ട പുസ്തകമായി. സ്വകാര്യതയുടെ ലംഘനമെന്ന തടസ്സവാദമുയർത്തി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തുകയായിരുന്നു. ക്രൂരമായി വേട്ടയാടപ്പെട്ട വനിതകളായ താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും തുറന്നു പറച്ചിലുകൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. ഇത് പുറത്തുവന്നാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ നിലപാട് ഘടിപ്പിച്ചതോടെയാണ് സർക്കാർ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ നിർബന്ധിതമായത്. സിനിമയിലെ നവോത്ഥാനമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ കേരളം പ്രതീക്ഷിച്ചത്. പുരുഷ മേധാവിത്വത്തിന് അറുതി വരുത്താനും ഈ റിപ്പോർട്ട് സഹായകരമാകും. പക്ഷേ അബ്രവാളിയിലെ മിന്നും താരങ്ങളെ പിണക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായില്ല. ഇതോടെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിലക്കപ്പെട്ട കനിയായത്. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.